ഇനി ഈ കപ്പാസിറ്റി എന്ന് പറയുന്നതിന് ചില ടെർമിനോളജീസ് ഉണ്ട്, ചില കുറച്ച് ഡെഫിനേഷൻസ് ഉണ്ട്. അപ്പോൾ ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ദ റോഡ് വേ ടു അക്കോമഡേറ്റ് മാക്സിമം ട്രാഫിക് വോളിയം പെർ യൂണിറ്റ് ടൈം. മാക്സിമം ട്രാഫിക് വോളിയം, മാക്സിമം വണ്ടികളെ പറഞ്ഞയക്കാനുള്ള ഒരു കപ്പാസിറ്റിക്കാണ് ട്രാഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻ എ ലെയിൻ ഓർ എ റോഡ് ദാറ്റ് ക്യാൻ പാസ് എ ഗിവൺ പോയിന്റ് ഇൻ യൂണിറ്റ് ടൈം, യൂഷ്വലി an hour. ഒരു മണിക്കൂറിൽ പാസ് ചെയ്യപ്പെടുന്ന, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പാസ് ചെയ്യപ്പെടുന്ന വണ്ടികളുടെ എണ്ണത്തിനെയാണ് ഒരു പർട്ടിക്കുലർ ലെയിനിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റോഡിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ പാസ് ചെയ്യപ്പെടുന്ന വണ്ടികളുടെ എണ്ണം ഇൻ പെർ അവർ അല്ലെങ്കിൽ ഇൻ അവർ ഈസ് നോൺ ആസ് ദ കപ്പാസിറ്റി. അപ്പൊ നമുക്കിവിടെ വോളിയം കപ്പാസിറ്റി തമ്മിൽ യൂണിറ്റ് ഒന്ന് തന്നെയാണ്, പ്രോസസ് ഒന്ന് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. പക്ഷെ വ്യത്യാസം എന്താ? വോളിയം എന്ന് പറയുന്നത് ആ സമയത്ത് അതിൽ പാസ് ചെയ്യുന്ന വണ്ടികളുടെ എണ്ണം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. വോളിയം കുറവാവാം, വല്ലാതെ കൂടുതലാവാം. പക്ഷെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ റോഡിൽ സൗകര്യങ്ങളോടുകൂടി ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കംഫർട്ട് ലെവൽ, ഒരു പർട്ടിക്കുലർ കംഫർട്ട് ലെവലിൽ അത് അധികം ട്രാഫിക് ജാം ഇല്ല, വല്ലാണ്ട് സ്പീഡ് എടുക്കും, പക്ഷെ കുഴപ്പമില്ലാത്ത നോർമൽ മോഡറേറ്റ് സ്പീഡിലും പോകാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന രീതിയിലുള്ളൊരു ലെവൽ ഓഫ് സർവീസ്, ഒരു കംഫർട്ട് ലെവലിൽ ആ റോഡിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം വണ്ടികളുടെ എണ്ണത്തിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റിയാണ് അവിടുത്തെ മാക്സിമം റേറ്റ് ഓഫ് ഫ്ലോ വിത്ത് സർട്ടൻ ലെവൽ ഓഫ് സർവീസ്. പക്ഷെ ഈ വോളിയം എന്ന് പറയുന്നത് കപ്പാസിറ്റിനേക്കാൾ കൂടുതലാവാം, കുറവാവാം. കപ്പാസിറ്റിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ അത് അവിടെ ട്രാഫിക് ജാം ഉണ്ടാക്കും. കപ്പാസിറ്റിനെ കുറവാണെങ്കിൽ ഓക്കെ, വണ്ടികൾ അത്രേ ഉള്ളൂ എന്ന് മാത്രം. ക്ലിയർ അല്ലേ? അപ്പോൾ ഓരോ റോഡിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്, ഓരോ വിഡ്ത്തിനും ഓരോ റോഡ് കണ്ടീഷനും ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ട്രാഫിക് ഫ്ലോ അല്ലെങ്കിൽ ട്രാഫിക് വോളിയം എപ്പോഴും ഈ കപ്പാസിറ്റിനേക്കാൾ കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അല്ലെങ്കിൽ ട്രാഫിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റോഡിന്റെ കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ വണ്ടികൾ വരാത്ത രീതിയിൽ വേണം നമുക്ക് അവിടുത്തെ ഫെസിലിറ്റീസ് ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റിയിൽ കൂടുതൽ വണ്ടികൾ വരുമ്പോഴാണ് നമ്മുടെ റോഡിലെല്ലാം ട്രാഫിക് ജാമും ബ്ലോക്കും ഒക്കെ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ കപ്പാസിറ്റിയും വോളിയം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. കപ്പാസിറ്റിയാണ് ആ റോഡിന്റെ മാക്സിമം കപ്പാസിറ്റി. ട്രാഫിക് വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെഹിക്കിൾസ് പെർ അവർ പാസ് ചെയ്യുന്നത് മാത്രം. ഈ ട്രാഫിക് വോളിയം കപ്പാസിറ്റിനേക്കാൾ കൂടുതലാവാം, കുറവാവാം. കൂടുതലാണെങ്കിൽ ട്രാഫിക് ജാമും ബ്ലോക്കും ഒക്കെ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഈ കപ്പാസിറ്റിക്ക് ചില ബേസിക് ടേംസുകൾ നമുക്ക് നോക്കാം. വൺ ഈസ് ദ ബേസിക് കപ്പാസിറ്റി അല്ലെങ്കിൽ തിയററ്റിക്കൽ കപ്പാസിറ്റി. ബേസിക് കപ്പാസിറ്റി അല്ലെങ്കിൽ തിയററ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ കണ്ടീഷൻ, ഐഡിയൽ റോഡ് വേ ആൻഡ് ട്രാഫിക് കണ്ടീഷൻസ്. നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്, ഒരു ഇമാജിനറി കണ്ടീഷനാണ്. ഇങ്ങനെയാണ് ഈ റോഡിന്റെ വീഴ്ത്ത് ഇത്രയാണ്, ആ റോഡിൽ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്, ഇത്രയും സൗകര്യങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ റോഡിൽ കൂടെ ഇത്രയും വണ്ടികൾക്ക് അതിലെ പാസ് ചെയ്യാൻ പറ്റും, അതാണ് ഇതിന്റെ ഡിസൈനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബേസിക് അല്ലെങ്കിൽ തിയററ്റിക്കൽ കപ്പാസിറ്റി. ഇതൊരു ഐഡിയൽ കണ്ടീഷനാണ്. ഒരിക്കലും നമുക്ക് ഐഡിയൽ കണ്ടീഷൻ ഉണ്ടാവില്ല. നമ്മളൊരു മെഷീനൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 100% ആണ് എഫിഷ്യൻസി പ്ലാൻ ചെയ്യുക. പക്ഷെ ഒരിക്കലും എഫിഷ്യൻസി 100% ഉണ്ടാവാറില്ല, അല്ലെ? കുറെ ലോസസ് വരും. അതേപോലെ റോഡിന്റെ കേസിൽ നമുക്ക് ബേസിക് കപ്പാസിറ്റി അല്ലെങ്കിൽ തിയററ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഐഡിയൽ കണ്ടീഷനാണ്. ഈ ഐഡിയൽ കണ്ടീഷനിൽ ഉണ്ടാവുന്ന മാക്സിമം ഫ്ലോ ഈസ് നോൺ ആസ് ദ ട്രാഫിക് തിയററ്റിക്കൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ബേസിക് കപ്പാസിറ്റി. അപ്പൊ രണ്ട് റോഡുകൾക്ക് സെയിം ബേസിക് കപ്പാസിറ്റി ഉണ്ടാവാം, സെയിം ഫിസിക്കൽ കണ്ടീഷനുള്ള രണ്ട് റോഡുകൾക്ക് സെയിം കപ്പാസിറ്റി ഉണ്ടാവാം, അല്ലെ? ഒരേ വിഡ്ത്താണ്, ബാക്കി എല്ലാ കണ്ടീഷനും ഓക്കെയാണ്, റോഡിന്റെ കണ്ടീഷൻ ഓക്കെയാണ്, അപ്പോൾ സെയിം ഫിസിക്കൽ സെയിം കപ്പാസിറ്റി ഉണ്ടാവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ബേസിക് കപ്പാസിറ്റി. ഇനി നമുക്ക് അടുത്ത പോസിബിൾ കപ്പാസിറ്റി നോക്കാം. പോസിബിൾ കപ്പാസിറ്റി ഒരു ഐഡിയൽ കണ്ടീഷൻ അല്ല. ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്, പക്ഷെ നമുക്ക് ഇവിടെ മാക്സിമം ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ, അങ്ങനെയാണ്, ആ റോഡിൽ അതിൽ പറ്റുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പോസിബിൾ കപ്പാസിറ്റി പറയാം. അപ്പോൾ ഈ പോസിബിൾ കപ്പാസിറ്റി എപ്പോഴും ബേസിക് കപ്പാസിറ്റിന്റെ അല്ലെങ്കിൽ തിയററ്റിക്കൽ കപ്പാസിറ്റിനേക്കാൾ കുറവായിരിക്കില്ലേ? ഒരിക്കലും നമുക്ക് പ്ലാൻ ചെയ്ത അതേപോലെ വണ്ടികൾ ഒരു റോഡിൽ ഓടിക്കാൻ പറ്റണമെന്നില്ല. എപ്പോഴും ആ ഡിഫൈൻ ചെയ്ത കപ്പാസിറ്റിന്റെ കുറവിൽ മാത്രമേ അവിടെ മാക്സിമം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ പറ്റുള്ളൂ. That is the possible capacity. It is the maximum number of vehicles that can pass a given point during 1 hour under prevailing roadway and traffic conditions. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ റോഡ് കൂടെ ഇത്രയ്ക്കേ പോകാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറയാം. നമ്മൾ മഞ്ചേരി കാലിക്കറ്റ് റൂട്ടിൽ പണ്ടൊക്കെ ഒരു 10-15 കൊല്ലം മുന്നേ, അല്ലെങ്കിൽ രാമനാട്ടുകര ബൈപ്പാസ് എടുത്തോ, 10-15 കൊല്ലം മുന്നേ രാമനാട്ടുകര ബൈപ്പാസ് തുടങ്ങിയ സമയത്ത്
രാമനാട്ടുകര ടു കാലിക്കറ്റിൽ ജസ്റ്റ് 15 മിനിറ്റ്സിൽ എത്താൻ പറ്റുമായിരുന്നു. കാരണം വണ്ടികളൊന്നുമില്ല അവിടെ. ഇപ്പോഴോ കാലിക്കറ്റ് രാമനാട്ടുകര മോർ ദാൻ ഹാഫ് ആൻ അവർ എടുക്കും. അബൌട്ട് 45 മിനിറ്റ്സ് എടുക്കും എത്തുമ്പോഴേക്കും. അപ്പൊ ഇത് ഈ റോഡിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ബേസിക് കപ്പാസിറ്റി അല്ലെങ്കിൽ തിയറിറ്റിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം മൂവ്മെന്റിൽ. 15 മിനിറ്റിൽ കോഴിക്കോട് എത്തുന്ന രീതിയിലുള്ള ഫ്ലോ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, ട്രാഫിക് ജാമേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അപ്പൊ ഇപ്പൊ നമുക്ക് ഏകദേശം പറയാം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് എത്താം. ദാറ്റ് ഈസ് ദ പോസിബിൾ കപ്പാസിറ്റി. ആ രീതിയിലുള്ള ബ്ലോക്കേ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അത്രയും കപ്പാസിറ്റി ആ റോഡിനുണ്ട്. ദാറ്റ് ഈസ് ദ പോസിബിൾ കപ്പാസിറ്റി. അപ്പൊ ഇവിടെ this value will be much lower than the basic or theoretical capacity. ഇനി എക്സ്ട്രീം വേഴ്സ്റ്റ് കണ്ടീഷൻ വരികയാണെങ്കിൽ ട്രാഫിക് ചിലപ്പോൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആവാം. ദെൻ പോസിബിൾ കപ്പാസിറ്റി ബിക്കം 0. ആ സമയത്ത് അവിടുത്തെ കപ്പാസിറ്റി 0 ആയിട്ട് മാറും. പോസിബിൾ കപ്പാസിറ്റി ആണ്, ബേസിക്കലും തിയറിറ്റിക്കലും ഒന്നല്ല. അതൊക്കെ നമുക്ക് പേപ്പറിൽ എഴുതി വെക്കാം, ബേസിക്കൽ ആൻഡ് തിയറിറ്റിക്കൽ കപ്പാസിറ്റി. പക്ഷെ ഇവിടെ പോസിബിൾ കപ്പാസിറ്റി ആ സമയത്ത് ചിലപ്പോൾ 0 ആവാം. ഇനി അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം കപ്പാസിറ്റി ഈ ബേസിക് കപ്പാസിറ്റിയിൽ എത്തുള്ളൂ, അതിലപ്പുറത്തേക്ക് കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനിയാണ് അടുത്തൊരു ടേം പ്രാക്ടിക്കൽ കപ്പാസിറ്റി. ശരിക്കും നടക്കുന്നത് ഇതാണ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ രാമനാട്ടുകര ബൈപ്പാസിനെ പറ്റി പറഞ്ഞു. അരമണിക്കൂറിൽ എത്താന്നുള്ളത് നമുക്ക് പോസിബിലിറ്റിയാണ്. പക്ഷേ ചില സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ 3/4 മണിക്കൂറിൽ കൂടുതൽ എടുക്കും പാസ് ചെയ്യാൻ. കാരണം മൊത്തം ട്രാഫിക് ജാമും ട്രാഫിക് ബ്ലോക്കും ഒക്കെ ഉണ്ടാവും. അതാണ് അവിടുത്തെ പ്രാക്ടിക്കൽ കണ്ടീഷൻ. ഇനി വേറെ റോഡ് എടുക്കാം നമുക്ക്. മഞ്ചേരിയിലെ രാജീവ് ഗാന്ധി ബൈപ്പാസ് നോക്കാം. തുറക്കൽ ജംഗ്ഷൻ മുതൽ ജസീല ജംഗ്ഷൻ വരെ സെയിം റോഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ജസീല ജംഗ്ഷൻ മുതൽ കൊരമ്പയിൽ ഹോസ്പിറ്റൽ ആ ജംഗ്ഷൻ വരെ ഉള്ളത്. പക്ഷേ റോഡിന്റെ കണ്ടീഷൻ നോക്കൂ. തുറക്കൽ ജംഗ്ഷൻ മുതൽ ജസീല ജംഗ്ഷൻ വരെ അവിടെ ബേസിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ കപ്പാസിറ്റിയോട് അടുത്തിട്ടുള്ള ഒരു പോസിബിൾ കപ്പാസിറ്റി നമുക്ക് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ കപ്പാസിറ്റി അത്ര തന്നെ ഉണ്ടാവും. പക്ഷേ ജസീല ജംഗ്ഷൻ മുതൽ കൊരമ്പൽ ജംഗ്ഷൻ വരെ പോകുന്ന സമയത്ത് ചില നോർമൽ സാധാരണ ഒരു 10 മണി 11 മണിക്ക് ശേഷം അവിടുത്തെ പോസിബിൾ കപ്പാസിറ്റി നമുക്ക് പറയാം, ഒരു പർട്ടിക്കുലർ വെഹിക്കിളിന്റെ എണ്ണം പറയാം. പക്ഷേ രാവിലെ വൈകുന്നേരം വല്ലാതെ ട്രാഫിക് ജാം വന്നു, മൊത്തം ബ്ലോക്ക് ആവും. അപ്പോൾ അവിടെ പ്രാക്ടിക്കലായിട്ട് അത്രയും കപ്പാസിറ്റി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആ റോഡിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അവിടെ വണ്ടികൾ ബ്ലോക്ക് ആവാതെ മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കാം. സോ പ്രാക്ടിക്കൽ കപ്പാസിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾസ് ദാറ്റ് ക്യാൻ പാസ് എ ഗിവൺ പോയിന്റ് ഓൺ എ റോഡ്വേ ഡ്യൂറിംഗ് 1 hour വിത്തൗട്ട് ട്രാഫിക് ഡെൻസിറ്റി ബീങ് സോ ഗ്രേറ്റ് ആസ് ടു കോസ് അൺറീസണബിൾ ഡിലേ. വല്ലാത്ത ബുദ്ധിമുട്ടുകളും ഡിലേ ഒന്നും ഉണ്ടാക്കാതെ അയാൾക്ക് വണ്ടികൾ മൂവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവാം അണ്ടർ ദ പ്രിവൈലിംഗ് റോഡ്വേ കപ്പാസിറ്റി ആൻഡ് ട്രാഫിക് കണ്ടീഷൻസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രാമനാട്ടുകര ബൈപ്പാസിന്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 30 to 45 മിനിറ്റ്സിലാണ് അവിടുത്തെ ആവറേജ് ട്രാഫിക് ടൈം ട്രാവൽ ടൈം എടുക്കുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ ഒരു പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രാക്ടിക്കൽ കപ്പാസിറ്റിയാണ് അധിക സമയത്തും അവിടെ ഉണ്ടാവാറ്. വല്ലപ്പോഴും മാത്രമേ കുറച്ചുകൂടി ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സിൽ വണ്ടി മൂവ് ചെയ്ത് എത്തുള്ളൂ. അപ്പൊ ഈ ഒരു ട്രാഫിക് ജാം കണ്ടീഷനിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവുന്ന കണ്ടീഷനിൽ പറഞ്ഞ ടൈമാണ് 45 മിനിറ്റ്സോളം എടുക്കുന്നത്. സോ അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ practical capacity. This practical capacity is used for the design purposes and so it is known as the design capacity. Clear ആണോ? അപ്പോൾ പ്രാക്ടിക്കൽ കപ്പാസിറ്റി is taken as the design capacity. അപ്പോൾ നമുക്ക് വളരെ ലേമാന്റെ ഭാഷ പറയുകയാണെങ്കിൽ പേപ്പറിലൊക്കെ എഴുതി വെക്കാം ബേസിക് കപ്പാസിറ്റി തിയററ്റിക്കൽ കപ്പാസിറ്റി എന്നൊക്കെ എഴുതി വെക്കാം. 500 വണ്ടികൾ പെർ അവർ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഒരു 400 വണ്ടി വരെ അല്ലെങ്കിൽ 300 വണ്ടി വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ അവിടെ ഒരു ചില കണ്ടീഷനിലൊക്കെ. പക്ഷേ ശരിക്ക് 150 വണ്ടിയെ പോകാൻ പറ്റുള്ളൂ, അത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അവിടെ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ 500 വണ്ടി എന്ന് പറയുന്നതാണ് ബേസിക് അല്ലെങ്കിൽ തിയററ്റിക്കൽ കപ്പാസിറ്റി. ഒരു 300 വരെയൊക്കെ പോകാൻ പറ്റുമായിരിക്കും, അത് പോസിബിൾ കപ്പാസിറ്റി. പ്രാക്ടിക്കൽ കപ്പാസിറ്റി 150-200 വണ്ടിയെ പോകാൻ പറ്റുള്ളൂ, ദാറ്റ് ഈസ് ദ പ്രാക്ടിക്കൽ കപ്പാസിറ്റി. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ആ ബേസിക് കപ്പാസിറ്റിയുടെ ഒരു ഇക്വേഷൻ നോക്കാം. Basic capacity equation is QC equal to 1000 V by S. V speed in kilometer per hour. S എന്ന് പറയുന്നത് average spacing of the vehicle അല്ലെങ്കിൽ space headway and that is equal to SG plus L. SG എന്ന് പറയുന്നത് gap between the vehicle ആണ്. L is the length of the vehicle. ഈ gap between the vehicle 0.278 capital V into T. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു റിയാക്ഷൻ ടൈമിന്റെ ഒക്കെ കേസ് അല്ലെ, അതുപോലത്തെ ഒരു ഇക്വേഷൻ ആണിത്.
ഇനി എസിന് പകരം സ്പേസ് ഹെഡ്വേക്ക് പകരം ടൈം ഹെഡ്വേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി 3600 by time headway. So this is the theoretical capacity യുടെ basic capacity യുടെ equation. Now we are going into the next topic, that is the level of service. Level of service. ഇപ്പൊ നമ്മൾ പറഞ്ഞു comfort level നേരത്തെ പണ്ട് കണ്ടീഷനിൽ എന്താ പറഞ്ഞത്, ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് സർവീസിൽ ആ റോഡിൽ പോകാൻ പറ്റുന്ന മാക്സിമം വണ്ടികളുടെ എണ്ണം, അതിനാണ് കപ്പാസിറ്റി ഫ്ലോ എന്ന് പറയുന്നത് അല്ലെ. ഈ ലെവൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു കംഫർട്ട് ലെവലിനെയാണ് ലെവൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഓരോ യാത്രക്കാരനും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അയാൾ എൻജോയ് ചെയ്യുന്ന കംഫർട്ട് ലെവൽ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ഉള്ള ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഒരു വണ്ടികളും ബ്ലോക്കൊന്നും പാടില്ല, അയാളെ വണ്ടി മാത്രം റോഡിൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എനിവേ, ഓൺ ആൻ ആവറേജ് ഒരു റോഡിൽ ഉണ്ടാവുന്ന സൗകര്യം, ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ, അതിനെയാണ് ലെവൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ക്വാളിറ്റേറ്റീവ് മെഷർ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ല, ഒരു ക്വാളിറ്റിയാണ്. ഒരാൾ നല്ല ആളാണ് ചീത്ത ആളെന്ന് പറയുന്ന പോലെ നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്നില്ല ഇവിടെ. ദിസ് മെഷർ ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് മെഷർ ഡിസ്ക്രൈബിംഗ് ദ ഓപ്പറേഷണൽ കണ്ടീഷൻ വിത്തിൻ എ ട്രാഫിക് സ്ട്രീം. ഒരു ഓപ്പറേഷൻ കണ്ടീഷനെ മനസ്സിലാക്കുന്ന ഒരു ക്വാളിറ്റിയാണത്. ആൻഡ് ദർ പെർസെപ്ഷൻ ബൈ മോട്ടോറിസ്റ്റ് ആൻഡ് പാസഞ്ചേഴ്സ്. അപ്പൊ അത് ആൾക്കാർ എങ്ങനെയാണോ എടുക്കുന്നത്, ആ ഒരു ക്വാളിറ്റി, ഒരു റോഡിന്റെ ക്വാളിറ്റി എങ്ങനെയാണോ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിനാണ് ലെവൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ദ റേറ്റിംഗ് ഓഫ് അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് കൺജഷൻ. നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ബ്ലോക്ക്, അതിനാണ് ലെവൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഷ്യോ ഓഫ് ദ സർവീസ് വോളിയം ടു കപ്പാസിറ്റി. സർവീസ് വോളിയം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ശരിക്കുള്ള വോളിയം ഈ കപ്പാസിറ്റി നമ്മളുടെ റിലേഷനെ ബന്ധപ്പെട്ടിരിക്കുന്നു, റേഷ്യോനെ ബന്ധപ്പെട്ടിരിക്കുന്നു. സപ്പോസ് ഇത് ലെസ് ദാൻ 1 ആണ് വാല്യൂ എന്ന് വെച്ചോ. ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റിനേക്കാൾ കുറവായിരിക്കും അവിടുത്തെ ആക്ച്വൽ വോളിയം. അപ്പോൾ നല്ല കണ്ടീഷൻ അല്ലേ, നല്ല ലെവൽ ഓഫ് സർവീസ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ട്രാഫിക് വോളിയം, ആക്ച്വൽ ഉള്ള വോളിയം കപ്പാസിറ്റിനേക്കാൾ കൂടുതലാണ്. V/C റേഷ്യോ കപ്പാസിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ വണ്ടികൾ വന്നു, ഫുൾ ബ്ലോക്ക് ആയിരിക്കും, ജാം ആയിരിക്കും അല്ലേ. ദെൻ ഓപ്പറേറ്റിംഗ് ട്രാവൽ സ്പീഡ്, സ്പീഡ് അനുസരിച്ചാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു സ്പീഡും ബ്ലോക്ക് ഒന്നും ഇല്ല എങ്കിൽ നല്ല ലെവൽ ഓഫ് സർവീസ് ആണ്. ഓക്കെ, ഈ ലെവൽ ഓഫ് സർവീസിനെ പല കാറ്റഗറി ആക്കി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ABCDEF എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ലെവൽ ഓഫ് സർവീസ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ലെവൽ ഓഫ് സർവീസ് എ എന്ന് പറഞ്ഞാൽ വണ്ടികൾ വളരെ കുറവാണ്, ഫ്രീ ഫ്ലോ ആണ്, ഡ്രൈവർക്ക് ഇഷ്ടം പോലെ പോവാം. ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ അറ്റ് ഡിസൈഡ് സ്പീഡ്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പോവാം. ആൻഡ് കുഡ് ഓവർടേക്ക് സ്ലോ മൂവിംഗ് വെഹിക്കിൾ, സ്ലോ മൂവിംഗ് വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടംപോലെ സ്പീഡിൽ പോവാം. ലോ ട്രാഫിക് വോളിയം ആൻഡ് ഹൈ സ്പീഡ്, അതാണ് LOS A എന്ന് പറയുന്നത്. ഇനി LOS B എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ എണ്ണം കൂടി വന്നു. അപ്പോൾ ഒരു റീസണബിൾ ഫ്രീ ഫ്ലോ ആണ്, അത്യാവശ്യമൊക്കെ പോകാൻ പറ്റും, പക്ഷെ കണ്ണടച്ച് പോകാൻ പറ്റില്ല. വിത്ത് ഇൻക്രീസ് ഇൻ ദ വോളിയം ഓപ്പറേറ്റിംഗ് സ്പീഡ് ആൻഡ് ഓവർടേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഡിക്രീസസ്. വണ്ടികളുടെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് സ്പീഡ് കുറച്ച് കുറയും, ഓവർടേക്കിംഗ് ഓപ്പർച്യൂണിറ്റി കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ LOS Aയിൽ എനി ടൈം ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ഇറ്റ് ഈസ് എ റീസണബിളി ഫ്രീ ഫ്ലോ ബട്ട് സ്റ്റേബിൾ ഫ്ലോ ആണ്, വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ മൂവ് ചെയ്യും. നോട്ടീസബിൾ ട്രാഫിക്, പറയാൻ പറ്റാവുന്ന ട്രാഫിക്കിന്റെ എണ്ണം കൂടി വരുന്നുണ്ട്. എബിലിറ്റി ടു മാനോവർ ഈസ് ഓൺലി സ്ലൈറ്റ്ലി റെസ്ട്രിക്റ്റഡ്, ചെറിയ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. ഇഫക്ട്സ് ഓഫ് മൈനർ ഇൻസിഡൻസ് സ്റ്റിൽ ഈസിലി അബ്സോർബ്ഡ്, ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് വരാം, ഒരു വണ്ടി പെട്ടെന്ന് സൈഡിൽ നിന്ന് കയറി വരാം, ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദ LOS B. ഇനി LOS C എന്ന് പറഞ്ഞാൽ സ്പീഡ്സ് അറ്റ് ഓർ നിയർ ദ ഫ്രീ ഫ്ലോ സ്പീഡ്. സ്പീഡ് ഫ്രീ ഫ്ലോ സ്പീഡിന്റെ അടുത്തല്ല, പക്ഷെ കുറച്ചുകൂടി കുറവായിരിക്കും. ഫ്രീഡം ടു മാനോവർ ഇസ് നോട്ടിസബിളി റെസ്ട്രിക്റ്റഡ്, ഇഷ്ടംപോലെ അങ്ങനെ ലൈന് മാറിയിട്ടും പല രീതിയിലൊന്നും ഓടിക്കാൻ പറ്റില്ല, കുറച്ച് റെസ്ട്രിക്ഷൻ വന്നു തുടങ്ങി. ഒരു ക്യൂ ഒക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ക്യൂ രൂപപ്പെട്ട് തുടങ്ങും, ചിലപ്പോൾ ക്യൂ ഒക്കെ ഉണ്ടാവും. ഇനി ഡിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ ഇപ്പം ഈ ഒരു കളർ നോക്കുക, ഇതൊരു ഗ്രീൻ കളറാണ്, ഇവിടെ എത്തുമ്പോഴേക്ക് ഓറഞ്ച് കളറായി മാറി. അതായത് കുറച്ചും കൂടി നമ്മൾ ഗൂഗിൾ മാപ്പിൽ വഴി കാണിക്കുന്ന സമയത്ത് അതിൽ കളർ കാണാറില്ലേ, ആദ്യം പച്ചയാണെങ്കിൽ ദാറ്റ് മീൻസ് എവിടെയും ബ്ലോക്ക് ഇല്ല, പിന്നെ ഓറഞ്ച് വരും, പിന്നെ റെഡ് വരും. റെഡ് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് ആണ്, ആ പർട്ടിക്കുലർ സ്ട്രെച്ച് എന്നാണ് കാണിക്കുന്നത്. അതാണ് അവിടുത്തെ LOS. ഓക്കെ, അപ്പോൾ ഈ LOS D വരുമ്പോഴേക്ക് സ്പീഡ് ഡിക്ലൈൻ സ്ലൈറ്റ്ലി വിത്ത് ഇൻക്രീസിംഗ് ഫ്ലോ, സ്പീഡ് കുറഞ്ഞു വരും.
ഡെൻസിറ്റി കൂടുതൽ കൂടിക്കൊണ്ടിരിക്കും, അൺസ്റ്റേബിൾ ആയി ഫ്ലോ, ഫ്രീഡം ടു മാനോവർ, ഇഷ്ടംപോലെ മൂവ് ചെയ്ത് പോകാൻ പറ്റില്ല, ചെറിയ ചെറിയ ഇൻസിഡൻസ്, ചെറിയ ക്യൂ ഒക്കെ ഉണ്ടാക്കി തുടങ്ങും, വണ്ടികളുടെ എണ്ണം വല്ലാണ്ട് കൂടി തുടങ്ങും. ഇനി നമ്മൾ വേഴ്സ്റ്റ് കണ്ടീഷനിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. LOS E, ഓപ്പറേഷൻ നിയർ ഓർ അറ്റ് കപ്പാസിറ്റി. കപ്പാസിറ്റിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, മാക്സിമം റോഡിന്റെ കപ്പാസിറ്റിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വണ്ടികളുടെ ഇടയിൽ വലിയ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല, ലിറ്റിൽ ഫ്രീഡം മാത്രമേ ഉണ്ടാവുള്ളൂ, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ എക്സ്ട്രീമിൽ വോളറ്റൈൽ ആണ്, ഏത് സമയത്തും എന്തും സംഭവിക്കാം. എവിടെയെങ്കിലും ചെറിയ ബ്ലോക്ക് വന്നാൽ, ഒരു ചെറിയൊരു ഇൻസിഡന്റ് വന്നാൽ മൊത്തം ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ചെറിയ ഡിസ്റ്റർബൻസ് വന്നാൽ ക്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ? ഇനി LOS F എന്ന് പറഞ്ഞാൽ ഇത് വേഴ്സ്റ്റ് കണ്ടീഷൻ ആണ്. നിർത്തി പോകാൻ പറ്റില്ല, സ്റ്റോപ്പ് ആൻഡ് ഗോ ആണ്. ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നു. ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ കപ്പാസിറ്റി, ആ റോഡിലെ കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ വണ്ടികൾ ഉണ്ട് അവിടെ. ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നു, ക്യൂ ഉണ്ടാവുന്നു. നമ്മളല്ലേ ക്യൂ, ഹോങ്കിങ് ഒക്കെ ഉണ്ടാവും, ആൾക്കാർ വണ്ടികൾ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും, ക്യൂ ഉണ്ടാവും, തീരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഫുൾ ബ്ലോക്ക് ആയിരിക്കും. എക്സ്ട്രീം കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷനാണ് നമ്മളുടെ കേരളത്തിലെ ഒരു എല്ലാ റോഡുകളിലും ഈ പീക്ക് അവേഴ്സിൽ, വൈകുന്നേരവും ഈവനിങ് ടൈമുകൾ, വൈകുന്നേരം ആൻഡ് മോർണിംഗ് ടൈമിൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇയും എഫും ഒക്കെയാണ്. ഒരു എയും ബിയും സിയും നമുക്ക് ഒരിക്കലും ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് LOS. അപ്പൊ LOS മനസ്സിലായല്ലോ, ലെവൽ ഓഫ് സർവീസ്. ഈ കപ്പാസിറ്റിയും ലെവൽ ഓഫ് സർവീസ് തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. കപ്പാസിറ്റി എന്ന് പറയുന്നത് റോഡിന്റെ മാക്സിമം സൗകര്യത്തോട് കൊടുക്കാൻ പറ്റാവുന്ന ട്രാഫിക് വോളിയത്തിനാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ട്രാഫിക് വോളിയം കപ്പാസിറ്റിനേക്കാൾ കുറവാണെങ്കിൽ LOS എയും ബിയും സിയും ഡിയും വരെ ആവും. കപ്പാസിറ്റിയോട് അടുപ്പിച്ച് വരുമ്പോഴാണ് LOS E ആവുന്നത്. കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ ട്രാഫിക് വോളിയം വന്നു കഴിഞ്ഞാൽ, ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ LOS F ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ V/C റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് LOS F വരിക. ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 LOS E ആയിരിക്കും. ലെസ് ദാൻ 1 എപ്പോഴും എയും ബിയും സിയും ഡിയും ഉണ്ടാവും, അല്ലെ? അപ്പൊ ഈ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ഈ ലെവൽ ഓഫ് സർവീസ് ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ, അല്ലെ? കപ്പാസിറ്റി ആൻഡ് ട്രാഫിക് ഫ്ലോ അല്ലെങ്കിൽ ട്രാഫിക് വോളിയത്തിന്റെ റിലേഷൻ അനുസരിച്ച്. ഓക്കെ, ഇനി ഇന്ത്യൻ കണ്ടീഷനിലേക്ക് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന LOS എന്ന് പറയുന്നത് നമുക്ക് ഇത്ര പറ്റുള്ളൂ എന്നാണ് ഇന്ത്യൻ റോഡ് കണ്ടീഷൻ IRC തന്നെ പറയുന്നത്, അല്ലെ? ഇന്ത്യൻ റോഡ് കോൺഗ്രസ് വരെ പറയുന്നത് അങ്ങനെയാണ്. റൂറൽ റോഡുകളിൽ LOS B ഉള്ളൂ. ഹൈവേ, അർബൻ റോഡ്സിൽ LOS C ആണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് പോസിബിൾ ആണോ? നമ്മുടെ പ്രാക്ടിക്കൽ കണ്ടീഷൻ, അല്ലെ? നേരത്തെ പറഞ്ഞ ബേസിക്, തിയറിറ്റിക്കൽ, ഇതൊക്കെ ബേസിക്കലും തിയറിറ്റിക്കലാണ് ഈ പറഞ്ഞത്. പോസിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു DA വരെ ആവാം, LOS D ഒക്കെ ആവാം എന്നാണ് നമ്മൾ പോസിബിലിറ്റി പറയുന്നത്. പക്ഷേ ആക്ച്വൽ കണ്ടീഷൻ എന്താ? ഇയും എഫ് ഒക്കെ ഉള്ളൂ. അപ്പോൾ പ്രാക്ടിക്കൽ കപ്പാസിറ്റിയിലേക്കാണ് നമ്മൾ EF എത്തുന്നുള്ളൂ. അത്രയാണ് നമ്മുടെ കപ്പാസിറ്റി. മീൻസ് കപ്പാസിറ്റി അല്ല, വോളിയം കപ്പാസിറ്റി റേഷ്യോ, ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലെ? അപ്പൊ ഈ LOS B എന്ന് പറഞ്ഞാൽ റൂറൽ റോഡ്സിൽ ഉദ്ദേശിക്കുന്നത് 900 പാസഞ്ചർ കാർ യൂണിറ്റ് പെർ അവർ. ഒരു മണിക്കൂറിൽ 900 PCI മാത്രമേ ട്രാഫിക് ഫ്ലോ ഉള്ളൂ. ആവറേജ് സ്പീഡ് അല്ല, മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 90 kmph ആണ് ഡിസൈൻ സ്പീഡ്. ആൻഡ് വോളിയം കപ്പാസിറ്റി റേഷ്യോ 0.45 ആണ്. കണ്ടോ, പകുതിയിലും കുറവാണ് കപ്പാസിറ്റി റേഷ്യോ. ഇനി LOS C എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് അർബൻ റോഡ്സിൽ, അർബൻ റോഡ്സിൽ കപ്പാസിറ്റിന്റെ പകുതിയിൽ കൂടുതൽ വരുന്നുണ്ട്. ആവറേജ് സ്പീഡ് 75 kmph ആണ്. ആൻഡ് ട്രാഫിക് വോളിയം 1250 PCI per hour ആണ്. പക്ഷെ നമ്മുടെ അർബൻ റോഡ്സിൽ 75 കിലോമീറ്റർ പോയിട്ട് 30 kmph വരെ നമുക്ക് ആവറേജ് പോകാൻ പറ്റുന്നില്ല. ഈവൻ നോട്ട് ഇൻ അർബൻ റോഡ്സ്. ഇപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ വണ്ടി നമുക്ക് 60-80 ചില സ്ഥലത്ത് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ ട്രാവൽ സ്പീഡ്, ട്രാവൽ ടൈം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരിക്കലും, ട്രാവൽ ടൈം ഉണ്ട്, ജേർണി ടൈം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ലേ? ഈ ജേർണി ടൈം എന്ന് പറയുന്നത്, ജേർണി ടൈം കൂടുതലാണ്, പക്ഷേ ആക്ച്വൽ ട്രാവൽ ടൈം എത്രയാണ് അവിടെ കിട്ടുന്നത്? ആക്ച്വൽ ട്രാവൽ സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് 30 kmph കേരളത്തിൽ എവിടെയും പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് അവർ കണ്ടീഷൻ. ദാറ്റ് മീൻസ് ഇൻ എ കാറ്റഗറി ഓഫ് F ആണ് LOS F. നമുക്കപ്പോൾ ഇവിടെ പറയുന്നത് തിയറട്ടിക്കലാണ്. ബേസിക് കപ്പാസിറ്റി നമുക്ക് പറയാം, LOS C B എന്നൊക്കെ പറയാം. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇയും F ഒക്കെ കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ കപ്പാസിറ്റി ആൻഡ് LOS റിലേഷൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബൈ ദാറ്റ് ഈ ടോപ്പിക് ഈസ് ഓവർ.